VP സഫ്വാനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത RSS പ്രവർത്തകൻ ആനന്ദ് തമ്പിയുടെ മൃതദേഹം അല്പസമയത്തിനകം സംസ്കരിക്കും. പുത്തൻകോട്ടയിലെ ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകും. സനിസ, സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചോ? അമൃത, അല്പസമയം മുൻപ് സംസ്കാര ചടങ്ങുകൾ, ആനന്ദ് തമ്പിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. മണിക്കൂറുകൾക്ക് മുൻപാണ് മെഡിക്കൽ കോളേജിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വീട്ടിലെത്തിച്ചത്. തൃക്കണ്ണാപുരത്തെ വീട്ടിലെത്തിച്ചത്. വീട്ടിൽ പൊതുദർശനത്തിന് ശേഷമായിരുന്നു ഇവിടെ ശ്മശാനത്തിലേക്ക്, പുത്തൻകോട്ടയിലേക്ക് ഉള്ള ശ്മശാനത്തിലേക്ക് കൊണ്ടുവന്നത്. അല്പസമയം മുൻപ് ചടങ്ങുകൾ ആരംഭിച്ചത് ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. 16 വർഷത്തോളമായി 16 വയസ്സിൽ RSS പ്രവർത്തനം തുടങ്ങിയ ആളാണ് ആനന്ദ് തമ്പി. അത്തരത്തിൽ പല ഘട്ടങ്ങളിലും വർഷങ്ങളായിട്ട് തൃക്കണ്ണാപുരത്ത് RSSന്റെ സജീവ പ്രവർത്തകനാണ്. ഇദ്ദേഹത്തിന് അവിടുത്തെ മണ്ണ് മാഫിയയുമായി ബന്ധപ്പെട്ട പ്രാദേശിക നേതൃത്വവുമായി ഇയാൾ 2 വർഷത്തോളമായി വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് മാറി നിൽക്കുകയായിരുന്നു. എന്നാൽ ഇയാൾ സജീവ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു ഇലക്ഷനിൽ സീറ്റ് നിഷേധിച്ചതോടുകൂടി ഇയാൾ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചു. എന്നാൽ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ച ഇയാൾക്ക് BJPയിൽ നിന്നും നേതൃത്വത്തിൽ നിന്നും പ്രാദേശിക നേതൃത്വത്തിൽ നിന്നും സമ്മർദ്ദമുണ്ടായതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു മരണത്തിലേക്ക് ഇയാളെ നയിച്ചതെന്നാണ് ആത്മഹത്യാ കുറിപ്പിൽ അടക്കമുള്ളത്. ഇപ്പോൾ പുത്തൻകോട്ട ശ്മശാനത്തിൽ ആനന്ദ് തമ്പിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുകയാണ്. ശരി സനിസ.